പട്ടാമ്പിയുടെ എന്താ മോസിൻ? അതങ്ങനെയാണ് അതിന്റെ കാരണങ്ങള്. ബാക്കിയെല്ലാം ഇനി ബാക്കി കാണുമ്പോ അറിയാം എന്താ ഇപ്പൊ അവസ്ഥ. നല്ല ഗവൺമെന്റ് വരട്ടെ, അതാ നമുക്ക് എല്ലാവർക്കും ആവശ്യം. ഇടതുപക്ഷം വരികയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. പറയാൻ പറ്റില്ല, അവിടെ മോശിനാവാനാണ് സാധ്യത. ഷാജി ആയതുകൊണ്ട് മാറ്റം വരാൻ സാധ്യതയില്ല. ഷാജി കഴിഞ്ഞാൽ പട്ടാമ്പി നഗരസഭയിലുള്ളവർ അറിയുന്നല്ലാതെ മറ്റുള്ള പഞ്ചായത്തുകളിലും അത്ര അറിയപ്പെടുന്ന ആളല്ല. അത്ര കൊണ്ട് കാര്യങ്ങളില്ല അത്രത്തോളം. ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. UDF വരണം, പക്ഷെ പട്ടാമ്പി മോശം ജയിക്കും. പട്ടാമ്പി മോശം ജയിക്കും. കോമ്പറ്റീഷൻ ഉണ്ടാവും. ഒരു 5000-10,000 വോട്ട് മുക്കോളി ജയിക്കും. വെച്ചാല് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ട് മോശനാകാനാ ചാൻസ്. അതായത് ഭരണവിരുദ്ധത ഉണ്ട്, പക്ഷെ എന്നാലും ചാൻസ് ഈ പട്ടാമ്പി മണ്ഡലത്തിൽ അങ്ങനെ അഫക്റ്റ് ചെയ്യുമെന്ന് തോന്നുന്നില്ല. UDFന്റെ സ്ട്രോങ് പക്ഷെ കഴിഞ്ഞ തവണ അവൻ ജയിച്ചില്ലേ 10,000 ഏകദേശം വോട്ടിന്, 17,000. ആ ഒരു ഭൂരിപക്ഷം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ നേതാക്കള് കാൻഡിഡേറ്റ് ഓപ്പോസിഷൻ ഇതല്ലേ, അതിന്റെ മാറ്റം വന്നതിന്റെ ഇടയിൽ കുറെ ചർച്ചകളും ഇതൊക്കെ അതിനെ ബാധിക്കും. അപ്പൊ മൂസി ജയിക്കും എന്നാണ് എല്ലാരും പറയണതെങ്കിലും നമുക്കൊക്കെ ആഗ്രഹം ഒരു ഭരണം മാറ്റം വരണം എന്നുള്ളതാണ്. ഭരണമാറ്റല്ല, പട്ടാമ്പിയിൽ ഭരണം മാറണം എന്നുള്ളതാണ്. അതെ, മൂസി എന്തുകൊണ്ടാണ് ജയിക്കുന്നത് എന്നുള്ളത് ഇവിടെയുള്ള എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ് ജയിക്കുന്നത് എന്നുള്ളത് ഇവിടെയുള്ള ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാവർക്കും അറിയുന്നതാണ്. അതെ, ഓൻ ഭാഗ്യത്തിന്റെ അങ്ങേ അതുകൊണ്ടല്ല കനയകുമാറിന്റെ ചാരി വന്നിട്ട് അങ്ങനെ പോയത്, അതെല്ലാവർക്കും അറിയണല്ലേ. ആ ഭാഗ്യം ഓനക്ക് എന്നും ഇവിടെ ഇങ്ങനെ ഉണ്ട്. ഇപ്പൊ അത്രേ ഉള്ളൂ. തീർച്ചയായും തിരിച്ചു പിടിക്കും. 3000 വോട്ടിന് പിന്നെ TP ഷാജി ജയിക്കും. ഉണ്ടായിരുന്നു, പക്ഷെ പാർട്ടി തീരുമാനിച്ചു. അപ്പൊ പാർട്ടിയുടെ ആ തീരുമാനത്തിന്റെ ഒപ്പം നിന്നു. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ടീം UDF അതന്നെ, വേറെ മറുത്ത അഭിപ്രായങ്ങളൊന്നും ഇല്ല. വെറുതെ ഓരോരുത്തരും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറിച്ചു വിടുന്നുണ്ട്, അതുണ്ട് ഇതുണ്ട്, പക്ഷെ ഒന്നുമില്ല. പിടിച്ചെടുക്കില്ല. വെറും കൂടുതൽ എവിടെയും പോകേണ്ട പട്ടാമ്പി മാത്രം നോക്കി, പട്ടാമ്പി അങ്ങാടി ടൗൺ മാത്രം. അവിടെ മൂസിന് തന്നെ അവിടെ കാഴ്ചപ്പാടുള്ളൂ, വേറെ ആയിരിക്കും. അത്രയും വികസനം ചെയ്ത ആളാണ് മോസിൻ. സ്കൂളായിട്ടും റോഡായിട്ടും പലതും മോസിനെ മറികടക്കാൻ പ്രയാസമാണ്. ജയിക്കില്ല ആരും വന്നിരുന്നു. മോസിൻ തന്നെ ജയിക്കുള്ളൂ. കാരണം അത്രയും വികസനങ്ങൾ നമ്മുടെ നാട്ടിൽ നടത്തിയിട്ടുണ്ട്. പട്ടാമ്പി ഇങ്ങനെ ആയിരുന്നോ പണ്ട്? ഒപ്പം ടൗൺ ഇങ്ങനെ ആയിരുന്നോ? പട്ടാമ്പി ടൗൺ ഇങ്ങനെ ആയിരുന്നോ? നമ്മളെ റോഡുകള്, സ്കൂളുകള്, വില്ലേജ് ഓഫീസുകള്, അങ്ങനെ എന്തെല്ലാം പരിപാടികൾ വന്നിട്ടുണ്ട്, എന്തെല്ലാം വികസനം നടത്തിയിട്ടുണ്ട്. അതൊന്നും നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. മോസിൻ തുടരോ ഇല്ലയോ? മോസിൻ തുടരും. ഇതുവരെയുള്ള നടപ്പാക്കുന്ന പറഞ്ഞ കാര്യങ്ങളൊക്കെ നടപ്പാക്കിയിട്ടുണ്ട്. പിന്നെ